മെഡിറ്റേഷൻ എന്നൊക്കെ വരും. ഓക്കെ, എവിടെ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് മുന്നോട്ട് വരൂ. ഇപ്പൊ ചാറ്റ് ബോക്സ് ഒക്കെ ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട്. പറ്റിയത് മറ്റത് മെഡിറ്റേഷൻ കഴിയുമ്പോൾ തന്നെ എല്ലാരും നേരത്തെ മെസ്സേജ് ചെയ്യാറുണ്ടല്ലോ, വിഷസ് ഒക്കെ അറിയിക്കാറുണ്ടല്ലോ. എന്ത് പറ്റി? ആരുടെയും കമന്റ് ഒന്നും കാണുന്നില്ല. ശരിയാക്കി തരാം. ഓക്കെ, ഷൈനി മാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഷൈനി മാം. മണി സർ താങ്ക് യു. ബീന മാം ഓക്കെ, താങ്ക് യു. റോസ്ലിൻ മാം ഓക്കെ. അപ്പൊ താങ്ക് യു ഓൾ. ഇതിന് നമുക്ക് സെഷനിലേക്ക് പോവാം. ഇന്ന് ഞങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമ്മുടെ പൊന്നാനിയിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറും അതുപോലെ തന്നെ നമ്മുടെ ബി മാജിക്കിലെ മെമ്പറും കൂടെ ആയിട്ടുള്ള സിന്ധു മാം ആണ് ഇന്ന് സെഷൻ എടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സച്ചർ എന്തേലും പറഞ്ഞോ? പുതിയ ആളാണോ വെച്ചാൽ ക്ലാസ് എടുക്കണ്ടേ? ഓക്കെ, അപ്പൊ മാമിന്റെ ടോപ്പിക് വരുന്നത് ഗുഡ് തോട്ട്സ് എന്നുള്ള ടോപ്പിക്കാണ് മാം ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നല്ല ചിന്തകൾ അല്ലെ, നമ്മളെല്ലാരും ബി മാജിക്കിലുള്ള എല്ലാരും നല്ല പോലെ ചിന്തിക്കുന്ന ആളാണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. എന്തായാലും മാമിന്റെ ടോപ്പിക്, ഈ മാമിന്റെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും സിന്ധു മാമിനോട് ചോദിക്കും അല്ലെ സിന്ധു മാം? ഓക്കെ, അപ്പം ഇന്നത്തെ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സിന്ധു മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സിന്ധു മാം പ്ലീസ് വെൽക്കം. താങ്ക് യു. ആദ്യം തന്നെ ഞാൻ സർവേശന് നന്ദി പറയുകയാണ്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലെ? എന്നെ ക്ലിയർ ആയി കാണുന്നുണ്ടാ? ഞാൻ ഇരിക്കുന്ന സ്ഥലം റേഞ്ചിലോടെ നോക്കി ഇരിക്കുക കേട്ടോ. കാണാൻ പറ്റും? ആയതുകൊണ്ട് ക്ലിയർ കുറവുണ്ട്, കുഴപ്പമില്ല. ഒരു വെളിച്ചക്കുറവുണ്ട്. റേഞ്ചിലോടെ നോക്കിട്ടേ ഇരുന്നതാണ്. അപ്പൊ നമ്മളിന്ന് എടുക്കാൻ പോണ വിഷയം എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും. ഗുഡ് തോട്ട്സ് ആണ്. അതായത് നല്ല 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 ചിന്തകൾ അല്ലെ? നമ്മളെപ്പോഴും നമ്മളെ ബി മാജിക്കിലുള്ളവരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ നന്നായി ചിന്തിക്കുന്നവരാണ്, നല്ല ചിന്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. അതിനെ നല്ല ചിന്തകൾ അല്ലാതെ നെഗറ്റീവ് ചിന്തകൾ വന്നാൽ അതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാന്നുള്ളതും നമുക്ക് കുറെ ടെക്നിക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതില്. അപ്പോ നമുക്ക് തുടങ്ങാം. 24 മണിക്കൂറിനുള്ളിൽ ഒരു വ്യക്തിയിലേക്ക് നിരന്തരമായിട്ട് 30,000 മുതൽ 50,000 വരെ ചിന്തകൾ കടന്നു വരുന്നു. അതിലൊരു 70-80% നെഗറ്റീവ് തോട്ടുകളാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഈ നെഗറ്റീവ് തോട്ടുകളെ നമ്മൾ എങ്ങനെ പോസിറ്റീവിലേക്ക് മാറ്റാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ നിരന്തരമുള്ള ചിന്തകൾ നമ്മുടെ ഒരു ശീലങ്ങളായിട്ട് മാറും. ആ ശീലങ്ങൾ നമുക്കൊരു സ്വഭാവമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. സ്വഭാവം ദിവസം അത് പ്രവർത്തികളിലേക്ക് മാറും. പ്രവർത്തികളോ നമ്മളെ സൃഷ്ടിക്കുന്നു. അതിനോടൊപ്പം നമ്മൾ മാറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം മാറുന്നു. ഇതാണ് ഇതിന്റെ ഒരു തൊട്ട് പറയാനുള്ളത്. ഇനി ഞാനൊരു 7 ടെക്നിക്കുകൾ പറഞ്ഞു തരികയാണ്. അപ്പൊ അത് നമ്മളെ നെഗറ്റീവ് തോട്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ 70-80 ഉള്ളിൽ 80% ഉള്ളിൽ വരുന്ന നെഗറ്റീവ് തോട്ടുകളെ നമ്മൾ എങ്ങനെയൊക്കെയാണോ ഓവർകം ചെയ്യേണ്ടത്, അതിനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതിന്റെ ഒരു 7 ടിപ്സ് ആണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ പറയുന്നത് റീപ്ലേസിംഗ് ആണ്. റീപ്ലേസിങ്, ഇപ്പൊ നെഗറ്റീവ് തോട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ചിന്തിക്കുന്നതിലൂടെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടി ഇപ്പൊ ക്ലാസ്സിൽ ആവറേജ് നന്നായി പഠിക്കും, നല്ല മാർക്കൊക്കെ വാങ്ങി, ക്ലാസ് ടെസ്റ്റിലൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങി പഠിക്കുന്ന നല്ലൊരു കുട്ടി. പക്ഷെ പരീക്ഷയുടെ സമയമാകുമ്പോ ആ കുട്ടിയുടെ മൈൻഡിലേക്ക് വരുന്ന ചിന്തകൾ എന്ന് പറഞ്ഞാൽ, എനിക്ക് പരീക്ഷ നന്നായി എഴുതാൻ സാധിക്കുമോ, എനിക്ക് അവിടെ ചെന്നാൽ എല്ലാം പഠിച്ചതെല്ലാം ഓർമ്മ വരുമോ, എനിക്ക് പാസ്സാവാൻ പറ്റുമോ,
ആ നെഗറ്റീവ് തോട്ടുകളായിരിക്കും ആ കുട്ടിയുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് എന്താവും, നമുക്ക് പഠിച്ചതെല്ലാം മറന്നുപോയി, നമുക്കൊന്നും എഴുതാൻ പറ്റില്ല. ചിലപ്പോ ആ കുട്ടി ആ പരീക്ഷയിൽ തോറ്റൊന്നും വരാം. അത് എന്താന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ആ നെഗറ്റീവ് ചിന്തയാണ്. ആ സ്ഥാനത്ത് ആ കുട്ടി ചിന്തിക്കുകയാണ്, എനിക്ക് നന്നായി പരീക്ഷ എഴുതാൻ സാധിക്കും, ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സാകും, ഞാനായിരിക്കും ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ഞാനാവും ആ സ്കൂളിൽ വെച്ചിട്ട് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ആ എക്സാം എഴുതാനും അതില് വിജയിക്കാനും സാധിക്കും. അപ്പൊ ആ കുട്ടിയുടെ ആ നെഗറ്റീവ് ചിന്തയെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പോസിറ്റീവ് ചിന്തയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ബി താങ്ക്ഫുൾ ഇൻ ഓൾ യു ഹാവ്. അത് നമുക്ക് എല്ലാറ്റിനോടും നമുക്ക് നന്ദിയുള്ളവരായിരിക്കും നമ്മൾ, അല്ലെ. നമുക്കിപ്പോ എന്താ പറയാ, കുടുംബത്ത് ഒത്തിരി പേരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ചുറ്റും നമുക്ക് ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മള് നമ്മൾ ദൈവത്തോട് പറയും, അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നമ്മള് പറയും, ഇത്രയും പേരൊക്കെ എനിക്ക് ഉണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ ഇത്രയും പേര് എനിക്ക് പ്രാധാന്യമുള്ള ആളുകളായി, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്, നമ്മൾ ഇങ്ങനെ പറയും. അപ്പൊ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഒരു ദിവസം എടുത്ത് നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. അതിൽ നമ്മള് ഒരുപാട് പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുറെ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡയറി എടുത്തിട്ട് ആ പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഒരു ദിവസം നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് എഴുതി വെച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതൊന്നും വായിക്കുമ്പോ നമുക്ക് മനസ്സിൽ ഒരു ഭയങ്കര സമാധാനാവില്ലേ, ഇത്രയും കാര്യങ്ങൾ എന്നെ കൊണ്ടൊന്ന് ചെയ്യാൻ സാധിച്ചോ. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ആണ്. അതായത് ബി ലിവ് ഇൻ പ്രസന്റ്. നമ്മൾ ഇന്ന് ജീവിക്കുക, അല്ലെ. നമ്മൾ ഇന്നത്തെ എന്താണോ അവസ്ഥ, ആ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുക. കഴിഞ്ഞു പോയ കുറെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആവാതെ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന് നേരം കളയാതെ, നമ്മൾ ഇന്ന് നമ്മളെ സാഹചര്യം എങ്ങനെയാണോ, ഇന്ന് നമ്മളെ അവസ്ഥ എങ്ങനെയാണോ, ആ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ബി ലിവ് ഇൻ പ്രസന്റ്. അതാണ് മൈൻഡ്ഫുൾ. അതിന് നമുക്ക് മൈൻഡ്ഫുൾനെസ് ചെയ്യാം, നമുക്ക് അതിനെ എക്സസൈസ് ചെയ്യാം. അതൊക്കെ നമ്മൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിന് കൂടുതൽ സാധിക്കും. പിന്നെ പറയുന്ന നാലാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം മറ്റുള്ളവരോട് സംസാരിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമുക്ക് അറിയാം, ഒരു കാര്യം വന്നു, അതില് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എനിക്കും ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എന്നെ കൊണ്ടും പറ്റും, എന്നെ കൊണ്ടും കഴിയും എന്നുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോവാണെങ്കിൽ അവിടെ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുള്ളതാണ്. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലവ് യുവർ നാച്ചർ. നമ്മളെ പ്രകൃതിയെ സ്നേഹിക്കുക, അല്ലെ. അപ്പൊ പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ പ്രകൃതിയെ നോക്കുമ്പോൾ ഒരുപാട് മരങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടാവാം, അല്ലെ. ചെറിയ ചെറിയ ഉറുമ്പ് മുതൽ വലിയ ആന വരെ നമുക്ക് എല്ലാം നമ്മളെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളാണ്. ഇവരെയൊക്കെ നമുക്ക് എന്തുകൊണ്ട് സ്നേഹിച്ചൂടാ. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഒരിക്കലൊരു ഇതിലൊരു ട്രെയിനർ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉറുമ്പിന് ആ മേഡം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നിത്യേന ഇട്ട് കൊടുത്ത ഉറുമ്പാടെ വരുന്നതൊക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് അത്, ആ ഉറുമ്പിനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെ. അപ്പൊ അതിന് തിന്നാൻ കൊടുക്കണം എന്നുള്ളതിൽ നമ്മളത് ചെയ്യണം. നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് വരെ അങ്ങനെ നമ്മള് എന്താ പറയാ, ഉറുമ്പ് നമ്മളടുത്തേക്ക് വരുമ്പോ തന്നെ നമ്മളെ കടിക്കും വെച്ച് നമ്മൾ തുടച്ചു കളയും. പക്ഷെ നമ്മളെ ബിമേജിക്കിലുള്ളവരെന്തായാലും അങ്ങനെയൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സുകൾ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കാറുള്ളവർ, നമ്മളത് ചെയ്യാറുമുണ്ട്. അപ്പോ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക, മരങ്ങളെ സ്നേഹിക്കുക, ചെടികളെ സ്നേഹിക്കുക, ജീവജാലങ്ങൾ, നമ്മൾ അതൊക്കെ ചെയ്യുക. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ആറാമത്തെ ടിപ്സ്, പോസിറ്റീവ് എനർജി തരുന്ന ബുക്സ് വായിക്കുക എന്നുള്ളതാണ്. നമ്മൾ അത് തെരഞ്ഞെടുത്ത് വായിക്കുക, അല്ലെ. നമുക്ക് എന്ന് വൈകുന്നേരം കിടക്കുന്നതിന്റെ മുന്നേ ഒരു പേജെങ്കിലും വായിച്ചാൽ നമുക്ക് ഉറങ്ങുമ്പോൾ നല്ലൊരു സമാധാനം കിട്ടും, അല്ലെ. കാരണം നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബുക്കാണ് സീക്രട്ട്. കാരണം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അല്ല അത് വായിച്ചാൽ അത്രയും എനിക്ക് ഇഷ്ടമാണ് ആ ബുക്ക് വായിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ നമ്മൾ തെരഞ്ഞെടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് വായിക്കുക എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞത്, വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നമുക്ക് എപ്പോഴും സേഫ് സാർ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന കാര്യം, അല്ലെ. എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്, നമുക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക്
പോവണ്ടെന്നുള്ളതാണ്. അപ്പോ അതന്നെ ആ ചിന്തയ്ക്ക് തന്നെ രണ്ടെണ്ണം പറയണം. ഒന്ന് ടുവേർഡ്സ് തിങ്കിങ്, ഹെവി ഫ്രം തിങ്കിങ്. നമ്മള് വേണ്ടുന്നതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് വേണ്ടാത്തതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയുക. അപ്പോ ഇത്രയും 7 ടിപ്സാണ് എനിക്ക് പറഞ്ഞുതരാള്. ഇന്നത്തെ എന്റെ ക്ലാസ് ഇതാണ്, ഗുഡ് തോട്ട്സ്. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ 7 ടിപ്സ് ഉപയോഗിച്ചിട്ട് നല്ല നല്ല ചിന്തകളുമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. അപ്പം ഗുഡ് തോട്ട്സിന്റെ 7 കാര്യങ്ങളാണ് സിന്ധു മാം പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. സോ എന്താണ് നിങ്ങളുടെ ഒരു തോട്ടിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും? സ്റ്റാർട്ട് ചെയ്യാം. ആരാ ഫസ്റ്റ്? ആരും ചിന്തിക്കാറില്ല എന്നാ തോന്നുന്നുണ്ട്. നമ്മള് ബിമാജിക്കിലുള്ള മെമ്പേഴ്സ് എല്ലാരും പിന്നെ ഫുൾ പോസിറ്റീവ് വൈബ് അല്ലേ? അതെ. നെഗറ്റീവ് എന്താ പറയാ, സംഭവം എന്തായാലും ആ ഒരു ചിന്താഗതി വരും. കാരണം വെച്ചാല് ഒരു പഠിക്കാത്ത കുട്ടി, തീരെ പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ എന്തായാലും ചിന്തിക്കും ഇനി തോറ്റു പോകുമോ എന്നൊരു സംശയം വന്നേക്കാം. പക്ഷെ ആ സംശയം മതി അവിടെ തോൽക്കാൻ. അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ എഴുതും എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അവിടെ അവന് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ലവ് എന്ന് പറഞ്ഞാല് എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ കാര്യം വളരെ പെർഫെക്റ്റ് ആണ്. നമുക്കറിയാം, ഒരു മനുഷ്യന് രക്ഷപ്പെടാനുള്ള ഏക വാതിൽ അതാണ് സ്നേഹം. അത് മനുഷ്യരെ സ്നേഹിക്കുന്നേക്കാളും കുറച്ച് കൂടുതലല്ല എനിക്ക് തോന്നുന്നു മൃഗങ്ങളെ സ്നേഹിക്കുകയാണ്. കാരണം നന്ദിയുള്ള വർഗ്ഗമാണ്, പ്രത്യേകിച്ച് നായ. നമുക്ക് തെറ്റാണെങ്കിലും പൂച്ച, ഇതുപോലുള്ള ജീവജാലങ്ങള്, അല്ലെങ്കിൽ നമ്മളെ സസ്യങ്ങള്, ചെടികള്, അതൊക്കെ നമുക്ക് വളരെ കറക്റ്റായിട്ട് കൊണ്ടുനടക്കാൻ കഴിയും. കാരണം നമുക്ക് ഇങ്ങോട്ടൊന്നും പറയില്ലല്ലോ, അങ്ങോട്ട് പറഞ്ഞ് മാത്രം ചെയ്യല്ലുള്ളൂ. മറ്റുള്ള മനുഷ്യരങ്ങനെയല്ല, ഇങ്ങനെയാണ് അത്. അതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ. മനുഷ്യരെ സ്നേഹിക്കേണ്ടതല്ല, സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. എല്ലാവരും സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തുള്ളൂ. നല്ല ക്ലാസ് ആയിരുന്നു സിന്ധു മാം, താങ്ക് യു. താങ്ക് യു സാർ. മനുഷ്യൻ എന്ന് പറയുമ്പോ എന്താ അറിയോ, കൊടുക്കുമ്പോഴുള്ള സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ മൃഗങ്ങൾ അങ്ങനെയല്ല. എനിക്കത് തന്നിരുന്നു എന്നുള്ള ആ ഒരു സ്നേഹമാണ് മൃഗങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു റസാഖ് സാർ. ഓക്കെ, താങ്ക് യു റസാഖ് സിന്ധു സർ. മാം, മാജിക് മോർണിംഗ്. വളരെ നല്ലൊരു ടോപ്പിക്സ് ആയിരുന്നു. 7 പോയിന്റ്സ് നല്ല, എന്താ പറയുക, നല്ല ടഫായിട്ട്, നല്ല പ്രഷറായിട്ടുള്ള ഒരു പോയിന്റ്സ് തന്നെയായിരുന്നു. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. താങ്ക് യു. ഓക്കെ താങ്ക് യു സാർ, വെരി മച്ച്. താങ്ക് യു. പ്രീത മാം, പ്രീത ഉണ്ണികൃഷ്ണൻ, ഹലോ മാജിക് മോർണിംഗ് നിങ്ങൾക്ക് സർ. രണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. രണ്ടിലും ജോയിൻ ചെയ്യണം കേട്ടോ. 2 ഗ്രൂപ്പ്. സാറേ, ഞാൻ മെയിൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിരിക്കണേ. മെയിൻ ഗ്രൂപ്പിൽ ഇല്ല ഞാനേ. നന്നായി. ഞാൻ അത് ഇപ്പോഴല്ല, കുറെ മുന്നേ ഞാൻ എന്നിട്ട് അജിഷോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് റിക്വസ്റ്റ് അങ്ങോട്ട് വന്നിട്ട് നിങ്ങളത് ശ്രദ്ധിക്കാഞ്ഞിട്ടാ. ഞാൻ 2 ലിങ്കിന്റെ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി മെയിൻ ഗ്രൂപ്പിന്റെ ഞാൻ ഇട്ടുതരാം. അപ്പൊ അതിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾ ലീഡറാണ്, പ്രവർത്തിക്കണം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. മാജിക് മോർണിംഗ് സിന്ധേച്ചി. ഹായ് പ്രീത. വളരെ നല്ല ഒരു ക്ലാസ് തന്നെ. അതായത് തോട്ട്സിന്റെ 7 പാർട്സ് ആയിട്ട് സിന്ധു ചേച്ചി നല്ല ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മള് നമ്മുടെ ബി മാജിക്കിലുള്ള ആളുകളൊക്കെ പറഞ്ഞ പോലെ ഇത് ഫോളോ ചെയ്യുന്ന, ഈ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അത് കാരണം നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എന്നാൽ കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് സിന്ധേച്ചി ഒന്നും കൂടി നല്ല ഡീപ്പായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്.
വളരെ നല്ലൊരു സെഷൻ. അതായത് ഒന്നും കൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാന്നുണ്ടെങ്കിലും നമ്മളത് പെട്ടെന്ന് മറന്നു പോകുന്ന ആളുകളാണ്, മനുഷ്യന്മാരല്ലേ, അപ്പൊ അതുകൊണ്ട് എന്തായാലും മറന്നു പോകും. പക്ഷെ എന്നാലും അതൊന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇതുപോലുള്ള ക്ലാസ്സുകൾ വളരെ നന്നായി ഇരിക്കും. ഓക്കെ, താങ്ക് യു സിന്ധേച്ചി, നല്ലൊരു ക്ലാസ്. ഓക്കെ, താങ്ക് യു പ്രീത, താങ്ക് യു. Thank you, Preeta ma'am. Thank you, Murthy sir. Okay. അജിത് മോൻ കേൾക്കുന്നുണ്ടോ? Yes. ഹലോ പറയുന്നോ? ഇപ്പം നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് താങ്ക് യു. എല്ലാവർക്കും അറിയുന്ന എല്ലാവരും ഇപ്പം മറന്നു പോകുന്ന ചിന്തിക്കാത്തതുമായിട്ടുള്ള തോട്ടുകളാണ്. ഏതായാലും വളരെ നന്നായിട്ടുണ്ട്, വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നതിന് താങ്ക് യു. അതേപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോഴോ അതേപോലെ നമ്മൾ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് തോട്ട്സ്, 60,000 തോട്ട്സ് വരുന്നുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാല് ഓരോ നിമിഷത്തിലും നമ്മളിപ്പോ എന്താണ് ചിന്തിക്കുന്നത് ആലോചിക്കുക. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താക്കുക, അതിന് വേണം സമയം കണ്ടെത്തുക. നെഗറ്റീവ് അതിപ്പോ എന്താണ് ചിന്തിക്കേണ്ട ആവശ്യം, അത് ഒഴിവാക്കുക. പോസിറ്റീവ് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല, നമ്മൾ ഉണ്ടാക്കുക, അത് വരുത്തുക പോസിറ്റീവ്. അതേപോലെ മൂഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നല്ല പോസിറ്റീവ് പാട്ടുകളൊക്കെ കേൾക്കുക. സാഡ് സോങ്സ് ഒന്നും കേൾക്കാതെ നല്ല എനർജി കിട്ടുന്ന പാട്ടുകളൊക്കെ ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ട നൊസ്റ്റാൾജിയ പാട്ടുകൾ, അങ്ങനത്തെ പാട്ടുകളൊക്കെ കേൾക്കുക. പോസിറ്റീവായിട്ടുള്ള ആളുകളോട് സംസാരിക്കുക. ഇതേപോലെ പോസിറ്റീവായിട്ട് കമ്മ്യൂണിറ്റിയിലൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ചർച്ചകളൊക്കെ ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ. അതേപോലെ സർക്കാർ പറഞ്ഞ പോലൊക്കെ ചെടികളൊക്കെ പരിപാലിക്കുക, കിളികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിപാലിക്കുക. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മുഴുകി നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് മാറും എന്നുള്ളതാണ് ക്ലാസ് മനസ്സിലായത്. വളരെ നന്നായ ഒരു ക്ലാസ്സായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു നഫൽ, താങ്ക് യു. Thank you, Naufal sir. Thank you so much. Okay. മുഫീദ മെയിൻ ഗ്രൂപ്പിൽ പ്രീതനെ ഒന്ന് ആഡ് ചെയ്തോളൂ കേട്ടോ. Okay, sir. Add ചെയ്യാം. ഓക്കെ, ഒരു കാര്യം കൂടി പറയട്ടെ. നമുക്ക് 2 സബ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 സബ് ഗ്രൂപ്പുകൾക്ക് നമ്മൾ ലീഡേഴ്സിനെ വെച്ചിട്ടുണ്ട്. ആരും തന്നെ അങ്ങനെ ലെഫ്റ്റ് അടിച്ച് പോവരുത്, അയ്യോ ഇത് എന്ത് ഗ്രൂപ്പാണെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇന്നലെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സബ് ഗ്രൂപ്പിൽ തന്നെ കണ്ടിന്യൂസ് ചെയ്യുക. അതിന്ന് ഇനി ആർക്കൊക്കെ ചലഞ്ചിലേക്ക് വരാണ്ടെങ്കിൽ നിങ്ങളെ ലീഡേഴ്സിനെ അറിയിക്കുക, അവരത് നമ്മളെ ചലഞ്ച് ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മെയിൻ ഗ്രൂപ്പും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടായിരിക്കും. എല്ലാവരും കൂടി ഉള്ള ഒരു ഗ്രൂപ്പാണ് മെയിൻ ഗ്രൂപ്പ്. അതിൽ നിന്നാണ് സബ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ. അപ്പൊ എല്ലാരും അതൊന്ന് ശ്രദ്ധിക്കണേ. ചലഞ്ച് ഗ്രൂപ്പിൽ വരുന്നതിൽ ശ്രദ്ധക്ക് ആരാണെങ്കിലും, മണിസാറാണെങ്കിലും ശരി, റസാഖ് ആണെങ്കിലും ശരി, സിന്ധു ആണെങ്കിലും ശരി, അതില് പോസ്റ്റ് ചെയ്യേണ്ട കാര്യം പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ റിമൂവ് ആക്കും. ഒരു സംശയവും വേണ്ട. ചലഞ്ച് ഗ്രൂപ്പിൽ സ്ഥിരമായി പോസ്റ്റ് ചെയ്യേണ്ട സംഭവം 4-5 ദിവസത്തിന് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആക്കും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, അത്രേ ഉള്ളൂ. അതിൽ നിബന്ധന ഉണ്ട് ആ ഗ്രൂപ്പിൽ. അപ്പൊ വരുമ്പോ ശ്രദ്ധിച്ച് കയറാം. ഓക്കെ, എല്ലാം ചെയ്യുന്നുള്ള റെഡി ആണെങ്കിൽ മാത്രം ആ ഗ്രൂപ്പിൽ വന്നാൽ മതി. ആ ഗ്രൂപ്പിൽ വരുന്നവര് എന്തായാലും 100% വിജയിച്ചിരിക്കും. പിന്നെ ഈ നൗഫൽ സാർ പറഞ്ഞ പോലെ 60,000 ചിന്ത എന്ന് പറയുമ്പോൾ നമ്മളാരും തെറ്റിദ്ധരിക്കണ്ട, അത് 60,000 എണ്ണം അല്ലട്ടോ. ഒരേ ചിന്തകൾ തന്നെ ആവർത്തിച്ച് വരുന്ന ചിന്തകളും അതിൽ പെടും. അപ്പൊ ആവർത്തിച്ച് ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അതിന്റെ പിന്നിൽ സൈക്കിൾ എടുത്ത് കൂടുക അറിയില്ലേ. അപ്പൊ ഇങ്ങനെ കൂടുതൽ ചിന്തിക്കുന്നതിൽ ഏത് ചിന്തക്കാണ് മുൻതൂക്കം, അതാണ് നമ്മൾ പിന്നെ അനലൈസ് ചെയ്യുക. അതായത് ആ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്, അല്ലേ? അങ്ങനെയല്ലേ സിന്ധു മാം? മൈൻഡിനെ കുറിച്ചും കുറെ പഠിക്കാനുണ്ട്. അതെ, നമ്മൾ കാണുന്ന ചിന്തകളാണ് ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് വരുന്നത്. നമ്മളൊരു സിനിമ ആണെങ്കിൽ രാത്രി കണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും കൂടുതൽ വരിക. കണ്ണിലൂടെ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ എഫക്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിളിച്ചിരുന്നല്ലേ അല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ എന്താണ് കാണുന്നത്, നമ്മൾ എന്താണ് കൂടുതൽ കേൾക്കുന്നത്, നമ്മൾ എന്താണ് കൂടുതൽ വായിക്കുന്നത്, അത് നന്നാക്കിയാൽ മതി. കാണുന്നത് നല്ലതാക്കുക, കേൾക്കുന്നത് നല്ലതാക്കുക, വായിക്കുന്നത് നല്ലതാക്കുക. അപ്പം എന്താവും? ചിന്തകളും നല്ലതാവും. താങ്ക് യു. Okay, thank you, Preeta ma'am. Thank you, Naufal sir. Thank you again. Thank you, Rasat sir. Okay, Divya ma'am unmute ചെയ്തിട്ടുണ്ടായിരുന്നു മാം. Magic morning, ma'am.
സിന്ധു മാം, മാജിക് മോർണിംഗ്. ഓയ് ഹായ് ഹായ് ദിവ്യ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, നമ്മള് ബി മാജിക്കിൽ വരുന്ന എല്ലാവരും ഈ ചിന്തകളെ കുറിച്ച് ഒരുപാട് എന്താ പറയാ എന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും സിന്ധു മാം വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെയാണ് ശരിക്കും നമ്മളുടെ ഉള്ളില് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ആ നെഗറ്റീവിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്താ പറയാ ഡൈല്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്, ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം നമ്മളുടെ ജീവിതത്തിൽ സമൂഹത്തിൽ പല നെഗറ്റീവുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെയും അറിഞ്ഞും നമ്മൾ നിർബന്ധിതമായിട്ടും കേൾക്കേണ്ട അവസ്ഥകളും ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ അത് നെഗറ്റീവാണ് എന്ന് ആ നിമിഷം അറിഞ്ഞുകൊണ്ട് അതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നിടത്താണ് നമ്മളുടെ വിജയം. എങ്കിൽ മാത്രമാണ് നമ്മൾ ആ പോസിറ്റീവ് തോട്ട്സിനെ കൂടുതലായിട്ട് നമ്മളുടെ മൈൻഡിലേക്ക് വരാനും അതുപോലെ തന്നെ നമുക്കൊന്ന് സമാധാനത്തോടു കൂടി ജീവിക്കാനും കഴിയുള്ളൂ. അപ്പൊ നല്ലൊരു ക്ലാസ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് പ്രസാദ് സർ, സിന്ധു മാം. താങ്ക് ഈ യു രഞ്ജിത്ത് ദിവ്യ. രഞ്ജിത്ത് താങ്ക് യു ദിവ്യ മാം. രഞ്ജിത്ത് സാറ് ഇന്ന് കമന്റ് ബോക്സിൽ ഞാനുണ്ട് സാറേ, കേട്ടോണ്ടിരിക്കുക. ആ പറഞ്ഞോളൂ. അല്ല, സിന്ധു മാം മിനിമം വേർഡ്സിൽ ഒരു വലിയ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് എല്ലാം നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ താങ്ക് യു മച്ച്. രഞ്ജിത്ത്. താങ്ക് യു. അഖില താങ്ക് യു രഞ്ജിത്ത് സാർ. അഖില മാം പറഞ്ഞോളൂ. സിന്ധു മാം നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ സംഗതി ഈ 7 പോയിന്റ് വളരെ നന്നായി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മളായിത്തീരുക. അപ്പം നമുക്ക് ആവശ്യമുള്ളതും പോസിറ്റീവായിട്ടുള്ളതും നമുക്ക് വേണ്ടതും മാത്രം ചിന്തിക്കാം. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാം. മാം പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എഴുതാനും അതിൻ്റെ പാലിക്കാനും വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. അതുപോലെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക. അതേ നമുക്ക് എവിടെയൊക്കെയാണ് സന്തോഷം കിട്ടുന്നത് അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുക. അപ്പൊ അത് നൗഫൽ സാർ പറഞ്ഞ മാതിരി മ്യൂസിക് ആയാലും ശരി, അത് ആസ്വദിക്കുക. ആ സമയത്ത് നമുക്ക് ബാഡ് തോട്ട്സ് വരില്ല. അപ്പൊ നല്ല ചിന്തകളിലേക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പം അതുപോലെ തന്നെ റസാഖ് സാർ പറഞ്ഞ മാതിരി ഈ ബാഡ് തോട്ട്സ് നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് അത് പെരുപ്പിച്ചിട്ട് അത് ഈ 20% 80ന്റെ മുകളിൽ 200% ആക്കി തീർക്കുന്ന ആൾക്കാരാണ് അധികം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പോസിറ്റീവിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യാന്നുള്ള പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ നമുക്ക് ഈ എന്ത് കാര്യങ്ങൾ വരികയാണെങ്കിൽ ശരി, നമ്മൾ അതിനൊരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് അപ്രോച്ച് ചെയ്യാന്ന്. അപ്പൊ എന്ത് ബാഡ് തോട്ട്സ് വരികയാണെങ്കിൽ സംഗതി നിലനിൽക്കില്ല, അതങ്ങോട്ട് കഴിഞ്ഞു പോകും. ഇപ്പൊ പ്രസന്റ് മൂവ്മെന്റിൽ ചിന്തിക്കുക. കഴിഞ്ഞ കാലത്തിനെ പറ്റിയിട്ട് കൂടുതൽ നമ്മളത് ചെയ്യാനോ ഇതാകാനോ നിൽക്കാതെ ഈ പ്രസന്റ് മൂവ്മെന്റിൽ നമ്മൾ അത് ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല പ്രസന്റേഷനോട് കൂടിയിട്ട് നല്ല മഹത്തായ കാര്യങ്ങളാണെന്ന് പറഞ്ഞു തന്നത്. താങ്ക് യു വെരി മച്ച്. നന്നായി. താങ്ക് യു സാറേ. താങ്ക് യു. താങ്ക് യു മണി സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നെജിലയും കീർത്തനയും കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങളെന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാമോ? എന്റെ പേര് നെജുല, കൊടുവള്ളിയാണ് വീട്. ഞാൻ സുനിൽ സാറിന്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. എന്റെ പേര് കീർത്തന, പടനിലാണ്. സുനിൽ സാറിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ ഇന്ന് സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്? അതെ അതെ അതെ. എന്തായിരുന്നു നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്? എന്താണ് സെഷനെ കുറിച്ച് പറയാനുള്ളത്? സെഷൻ ആണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും. അടിപൊളിയാണ്. ഇതിന് മുമ്പ് മെഡിറ്റേഷൻ ചെയ്തിനോ കീർത്തന? ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം ചെയ്യണം. നെജില? ഫസ്റ്റ് ടൈം ആണ്. നന്നായി.
ഓക്കെ, താങ്ക് യു കീർത്തന, നജ്ല. താങ്ക് യു. ഇവര് നമ്മുടെ സുനിൽ സാർ ഉണ്ടല്ലോ, അതെ അതെ സുനിൽ നമ്പീശൻ സാറ്. സാറ് ടീം സുനിൽ സാർ മെമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഇനി മുതൽ ഇവര് നമുക്ക് നമ്മുടെ ഈ ഒരു ബി മാജിക്കില് മെമ്പറായിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അവര് ഫസ്റ്റ് ടൈം ഇന്ന് ജോയിൻ Yes. ചെയ്യാണ്. ഓക്കെ. ഓക്കെ, ഇനി ആരാ ഫീഡ്ബാക്ക് പറയാനുള്ളത്? മനോജ് സർ പറഞ്ഞോ? ഇല്ല. ഇന്ന് ഷൈനി ഒക്കെ അവിടെ പോയി. ഷൈനി, ഷീജ ഉണ്ട്, ഷൈനി ഉണ്ട്, മനു. അഖിലുണ്ട്, ദീപ. ദീപ എന്താ ഇന്നും മിണ്ടാതിരിക്കണ്ട് ദീപ? മനോജ് സർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. മനോജ് സർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ഹായ്. ആയിരുന്നു. ഓക്കെ. നല്ലൊരു ക്ലാസ് നല്ല ആയിരുന്നു. ക്ലാസ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഒരു ലക്ഷ്യമാണ്. ഞാനത് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മാഡം പറഞ്ഞു തന്നത് ഞാനത് എഴുതിയെടുക്കുകയും മനസ്സിലാക്കുകയും തുടർന്നും മുന്നോട്ട് പോകാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. താങ്ക് യു റെസ്പെക്ട്. Hello, good morning, ma'am. Hello. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പോയിന്റ് ആയിട്ട് പെട്ടെന്ന് വളരെ കുറെ വലിയ കാര്യങ്ങള് പെട്ടെന്ന് പറഞ്ഞു തന്നു. താങ്ക് യു മാം. ഇന്ന് നമ്മള് എന്താണ് സന്തോഷം തരുന്ന കാര്യങ്ങള് നമ്മൾ കുറച്ചു നേരം സന്തോഷിച്ചിട്ട് അതങ്ങ് വിട്ടുകളയല്ലേ ചെയ്യണേ. പക്ഷെ വിഷമമാണെങ്കിൽ ആലോചിച്ചു, എന്നെ അവരങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്നിങ്ങനെ ആലോചിച്ച് വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഈ സങ്കടത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കണ, സന്തോഷത്തിനെ കുറിച്ച് കൂടുതൽ ആലോചിച്ചാൽ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റുമല്ലോ. താങ്ക് യു മാം. താങ്ക് യു അഖില. താങ്ക് യു മനോജ് സർ. താങ്ക് യു അഖില മാം. ഷില മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. മാജിക് മോർണിംഗ് മാം, സിന്ധു മാം. ഓക്കെ, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ അതായിത്തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ചിന്തയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, ഒരു സിമ്പിളായിട്ട് 7 കാര്യങ്ങളിലൂടെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു മാം. നമ്മൾ എത്രയൊക്കെ കേട്ടിരുന്നാലും ചില സമയങ്ങളിൽ നമ്മൾ എങ്ങനെയൊക്കെയോ വഴി മാറിപ്പോ ഒന്ന് വൈബ്രന്റ് ആയി പോകും. അതൊരു മനുഷ്യന്റെ അവസ്ഥയാണ്. പക്ഷെ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ആക്റ്റീവായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായിരുന്നാലും താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. റീചാർജിങ് ആണിത്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യുക. അതെ താങ്ക് യു അതെ ഷൈനി. ബൂസ്റ്റ് ചെയ്യാല്ലേ? അതെ, താങ്ക് യു. ഷീല മാം അൺമ്യൂട്ട് ചെയ്തിട്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരും പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് നെഗറ്റീവ് ചിന്തകൾ ജീവിതത്തിൽ വരാതിരിക്കത്തില്ല. കാരണം ഓരോ സാഹചര്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാം. പക്ഷെ അതിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം എന്നുള്ളതാണ് ഈ 7 പോയിന്റിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. ബി മാജിക് മെമ്പേഴ്സ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതാണ്. അതിൽ ചിലപ്പം നമുക്കൊരു നമ്മൾ പറയും മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയും, പക്ഷെ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് കുറേ കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാകുന്നത്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞിടെ ഒരു കാര്യം മനസ്സിലാക്കിയത് എന്നാന്ന് ചോദിച്ചാൽ, കൊച്ചു പിള്ളേരെയൊക്കെ മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഭക്ഷണം കഴിക്കുമ്പം ഒരു പറ്റു ചോറ് പോലും അല്ലെങ്കിൽ ഒരു ഭക്ഷണ സാധനത്തിന്റെ ഒരു അംശം പോലും പുറത്തു പോകാതെ കഴിക്കാൻ അവരെ ഒന്ന് പഠിപ്പിക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ മൈൻഡ്ഫുൾനെസ് എന്താന്ന് മനസ്സിലാകും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് ശരിക്കും നമ്മൾ അടുക്കള ചെയ്യുമ്പോൾ ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ അടുക്കളയിൽ അത് മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്തെല്ലാം ലോസ് കുറയ്ക്കാം, എങ്ങനെ നീറ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം. അപ്പൊ മൈൻഡ്ഫുൾനെസ്സിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇപ്പോഴും എഴുതുന്നതാണ്. പക്ഷെ പിന്നെ ഒരു 2 വാക്ക് എപ്പോഴും നമ്മുടെ സേവ് സാർ പറയാറുള്ളത് പോലെ ഡിലീറ്റ്, സ്റ്റോപ്പ്, ഡിലീറ്റ് എന്നുള്ള ആ ഒരു പോയിന്റും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, നന്നായിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. എപ്പോഴും നെഗറ്റീവ് വരും നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ, അതേസമയം നമ്മൾ എങ്ങനെ ഉറച്ച് പോസിറ്റീവായിട്ട് വിശ്വസിക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നോ അത് അതേപടി തന്നെ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. അതാണ് അതിന്റെ സത്യം. എന്തുകൊണ്ടാ പലർക്കും അസുഖമൊക്കെ ഉണ്ടാകുന്നത്? അയ്യോ എനിക്ക് അസുഖം വരുമോ, അല്ലെ എനിക്ക് ഇതുണ്ടോ അതുണ്ടോ, അങ്ങനെ വെറുതെ വേവലാതിപ്പെട്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാ എനിക്ക് തോന്നുന്നത്. ഓക്കെ, നല്ലൊരു ക്ലാസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷീല മാം. താങ്ക് യു.
അതേപോലെ താങ്ക് യു. അതേപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താ പറയുക, ഏറ്റവും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, നെഗറ്റീവില് അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ ഷെയർ ചെയ്യാണ്. നെഗറ്റീവ് ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകും, നമ്മുടെ സുഹൃത്ത് വലയത്തിലൊക്കെ ഉണ്ടാവും. വളരെ ദുരന്തമായിരിക്കും പറച്ചിലൊക്കെ, പക്ഷെ നമ്മളെ സുഹൃത്ത് നിലക്ക് നമുക്ക് ഒഴിവാക്കാനും പറ്റൂല. എൻ്റെ ഹിദായത്ത് സാറിൻ്റെ ഒക്കെ ഒരു സുഹൃത്തുണ്ട്. അപ്പൊ ആള് നന്നാവാൻ വേണ്ടി ഞങ്ങൾ എവിടേക്ക് പോകുമ്പോഴും കൊണ്ടുപോകും. ഒരു ട്രിപ്പ് പോവാണെങ്കിൽ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മള് മനോഹരമായ സ്ഥലം, പക്ഷെ ആള് പറയും കാല് തെറ്റിയാ വീണ് പോട്ടോ, അല്ലെങ്കിൽ അത്ര അപകടമാണ് കേട്ടോ, നെഗറ്റീവോ ആള് പറയുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളൊക്കെ നമുക്ക് അവരെ നന്നാക്കി എടുക്കേണ്ട ഒരു ബാധ്യത ഉണ്ടല്ലോ, പക്ഷെ പരാജയപ്പെട്ട് അങ്ങനെ പിന്നെ എന്താക്കും, അങ്ങനെയുള്ള യാത്രകളിലൊക്കെ ആളെ ഞങ്ങള് സ്കിപ്പ് ചെയ്യല. അത് എങ്ങനെയായാലും അങ്ങനത്തെ ആളുകളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്ന ഒരു കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുമായിട്ടായിരിക്കും. അപ്പൊ നമ്മളെ നിലപ്പിന് വേണ്ടിയിട്ട് കുറച്ച് അകലം പാലിക്കുന്നത് ഇങ്ങനത്തെ വിഷയങ്ങളായിട്ട് നെഗറ്റീവ് പറയുന്ന സമയത്ത് വല്ല നമ്മള് ചെറിയ തിരക്കിലാണെന്ന് പറഞ്ഞ് വിട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. വളരെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാട്ടോ നെഗറ്റീവ്. വളരെ പെട്ടെന്ന് ഗാന്ധം പോലെ നമുക്ക് പകരം ലോ അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവമൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആ ലോ അട്രാക്ഷൻ ഒക്കെ നമ്മളിലേക്ക് വരാൻ അധികം ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് കേൾക്കുന്നോ അല്ല നമ്മൾ എന്ത് ചിന്തിക്കുന്നോ നമ്മൾ അതായി തീരുന്ന് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ അത് എത്ര അടുത്ത ആളുകളായാലും നമ്മളത് ശ്രദ്ധിക്കുക. താങ്ക് യു. നല്ലൊരു കാര്യമാണ്. നമുക്ക് ഒരിക്കൽ സേഫ് സാർ ഒരു ക്ലാസ് എടുത്തെന്ന് ഓർമ്മയില്ലേ, റസാഖ് സാർ അടിപൊളി പറഞ്ഞിട്ട് ഹോട്ടലിൽ കയറി അടിപൊളിയായിട്ട് അടിപൊളി അതെ പൊളിച്ചു എന്നൊക്കെ പറയില്ലേ, അതേപോലെ അടിച്ച് പൊളിച്ചേകള്. അതൊക്കെ നെഗറ്റീവ് തോട്ട്സ് തന്നെ. പിന്നെ ഞാൻ സത്യം ഇപ്പൊ നൗഫല് പറഞ്ഞ സത്യമാണ്. എന്റെ അംഗൻവാടിയില് എന്റെ കൂടെ ഉള്ളത് നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. ആളെ ഞാൻ മാറ്റി 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 ഇപ്പൊ വലിയ തർക്കേടില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ നല്ല ചീത്ത അറിയും. ഇങ്ങനത്തെ വർത്താനോടെ പറയരുത് പറയും, എനിക്ക് ഇഷ്ടമല്ല പറയും ഞാന്. അപ്പൊ ഇപ്പൊ എന്നോട് പറയണ ആ ഒരു ഇത് കുറഞ്ഞിപ്പം കുറച്ചൊക്കെ പോസിറ്റീവ് തോട്ടായി വരും. അതാ ഞാൻ ഇപ്പൊ ആദ്യം ഞാനൊരു കോട്ട് വായിച്ചില്ലേ, നിരന്തരമായി നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മളെ ചിന്തകൾ എന്തൊക്കെയാണോ, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അത് നമ്മളെ ശീലങ്ങളായി മാറുന്നു എന്നുള്ളതാ. ആ ശീലങ്ങളെല്ലാം നമുക്കത് സ്വഭാവമായി വരും. ആ സ്വഭാവം നമ്മളെ പ്രവൃത്തിയാവും. ആ പ്രവൃത്തി നമ്മളെ സൃഷ്ടിക്കുന്നു. നമ്മൾ മാറാൻ ശ്രമിച്ചു തുടങ്ങിയാൽ നമ്മളെ കൂടെ ഉള്ളവരെല്ലാവരും മാറും. അവിടെ നമുക്ക് ഇതെല്ലാം വരുന്ന കാര്യങ്ങളാ. അപ്പൊ എല്ലാവരും അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളെ കെയർ ചെയ്യണം ശരിക്ക്. ചിലപ്പോ അവരെ മൈൻഡില് നമ്മള് കെയർ ചെയ്യണം, നമ്മള് സംരക്ഷിക്കണം അവര്, പക്ഷെ അത് നെഗറ്റീവായി പോവാണ്. അവർക്ക് അറിയില്ലത് സംഭവം. ചില ആളുകള് നോക്കിയിട്ടില്ല, നമ്മൾ എവിടേക്കെങ്കിലും തീരുമ്പോ കുട്ടികളോടൊക്കെ പറയും, ശ്രദ്ധിക്കണേ വീഴ് കേട്ടോ, അല്ലെങ്കിൽ റോഡൊക്കെ ശ്രദ്ധിക്കണം, ആളുകള് കുട്ടികളൊക്കെ പിടിച്ചു കൊണ്ടുപോണ കാലാണ്, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ല, ശ്രദ്ധിക്കണേ എന്നൊക്കെ പറയും. അവർ നമ്മൾ കെയർ ചെയ്യാണ്, പക്ഷെ അത് അവരെ നെഗറ്റീവ് ചിന്ത അവരെ തലയിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ പോകുമ്പോ അവർ ചിന്തിക്കും, വരുമോ ആ വരുന്നത് ഇപ്പൊ എന്നെ പിടിക്കാനാണോ ആ വരുന്ന ആൾ ഇപ്പൊ എന്നെ പിടിക്കാനാണോ വരുന്നത് എന്നുള്ള ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് അവരെ കംപ്ലൈന്റിലേക്ക് കൊണ്ടുവന്നത്. താങ്ക് യു. ഞാന് സത്യം പറഞ്ഞപ്പോ എന്റെ ഫോണിൽ ഞാൻ എപ്പോഴും റസാഖ് പറഞ്ഞേ ഭയങ്കര ഇതാണ് നെറ്റ്വർക്ക് പ്രോബ്ലം. ഞാൻ ഇന്നലെ ഈ ക്ലാസ് എടുക്കണം എന്ന് മനസ്സിൽ അജിഷ് എന്നെ വിളിച്ച് പറഞ്ഞ് ആ സമയം തൊട്ട് ഞാൻ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചത് എനിക്ക് നന്നായി ക്ലാസ് എടുക്കാൻ പറ്റും എന്നുള്ളതാ. നന്നായി ക്ലാസ് എടുക്കാൻ പറ്റും, ഞാൻ ഈ ക്ലാസ് നന്നായി പ്രസന്റ് ചെയ്യും, ഞാൻ അത് മാത്രമേ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുവരെ എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. ഞാൻ നന്നായി തന്നെ ഇതിന്റെ നെറ്റ് എല്ലാതും എനിക്ക് ഓക്കെയാണ്. അപ്പൊ നമ്മളെ ചിന്തയാണ് അതൊക്കെ. എനിവേ താങ്ക് യു ഓൾ. താങ്ക് യു. ഓക്കെ, ഒരുപാട് പേര് ഇപ്പൊ ഫീഡ്ബാക്ക് പറഞ്ഞു. താങ്ക് യു ഓൾ. അടിപൊളി എന്നുള്ള വാക്ക് നമ്മൾ വീണ്ടും ഇവിടെ പറഞ്ഞതുകൊണ്ട് പറയാണ്. ആരോ കീർത്തനയോ ഒന്നേച്ചിൽ ആരെയോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവര് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവർക്ക് അറിയില്ല അതൊരു നെഗറ്റീവ് വേർഡ് ആണ് എന്നുള്ളത്. അപ്പൊ ഇനി അവര് ശ്രദ്ധിച്ചോളൂ. നമ്മൾ പറഞ്ഞു കൊടുക്കുക ആക്ച്വലി അതൊരു നെഗറ്റീവ് വേർഡ് ആണ്. ഒന്നേച്ചിൽ അല്ലെങ്കിൽ കീർത്തന ശ്രദ്ധിക്കുക. ഓക്കെ, ദീപേനൊന്ന് വിളിച്ചോക്കും മോളെ. ദീപ മാം, ഞാൻ ഇന്നലെ ദീപേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ദീപ മാം എഴുതിണ്ടല്ലോ. ദീപ മാം അൺമ്യൂട്ട് ചെയ്യുന്നില്ല.
ധ്യാനത്തിന് വിളിക്കണം കേട്ടോ. ജ്ഞാനം വരുന്ന ഇപ്പൊ ഇന്ന് വന്നിട്ടില്ലല്ലോ. അതന്നെ ഞാൻ വരാത്ത ആളുകളാ. ഷീജ ഹലോ മാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മാജിക് മോണി, എന്റെ സൗണ്ട് ഒക്കെ പോയിരിക്കും, അതുകൊണ്ട് ഞാൻ പിന്നെ സംസാരിക്കാൻ നിൽക്കാൻ. ചുമക്കെ ആയിട്ട് സൗണ്ട് ഒക്കെ പോയിട്ട് ക്ലാസ് ഒക്കെ നന്നായി കേട്ട് നല്ല ക്ലാസ് ആയിരുന്നു. നമ്മളിപ്പോ ബി മാജിക്കിൽ വന്നതിന് ശേഷം ശരിക്കും ഇപ്പൊ ഈ 7 പോയിന്റ് നമ്മൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു ചിന്തിച്ച്. എനിക്ക് അധികം സംസാരിക്കാൻ ഓക്കെ വയ്യ. മോളെ, ചുമ. താങ്ക് യു താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷീജ മാം, താങ്ക് യു സോ വൈൻഡപ്പ് മച്ച്. ചെയ്യാം മോളെ. യെസ്, വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. സോ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ഗുഡ് തോട്ട്സിനെ കുറിച്ച് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള സിന്ധു മാമിനും ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവർക്കും ലീവ് ചെയ്യാം. Have a nice day. Thank you, Bye. Sindhu ma'am. Thank you all. Thank you. Thank you. Thank you very much. Thank you. Thank you all. Thank you, Thank you, Sindhu Sindhu. ma'am. Thank you so much. Thank you all. Thank you. Thank you all. Thank you. Thank you. Thank you all.